സിബി മലയിൽ രഘുനാഥ് പല്ലേരി, സിനിമലയുടെ അടുത്ത സുഹൃത്തായി രഘുനാഥ് പല്ലേരി വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു സിനിമ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവരൊരു കഥയൊക്കെ രൂപമാക്കി. മോഹൻലാലും റഹ്മാനും വരുന്നു ആ സിനിമയിൽ ഹീറോസ് ആയിട്ട്. അങ്ങനെ ഇവരെല്ലാ എഴുത്തും കാര്യങ്ങളൊക്കെ ചെയ്തു, ഇവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷെ ആ സിനിമ നടന്നില്ല. കാരണം അവർ മോഹൻലാലും റഹ്മാനൊക്കെ നല്ല തിരക്കായതുകൊണ്ടായിരിക്കും അവർക്ക് അത് ആ പ്രൊജക്ട് അപ്പൊ അവര് സംഭവിച്ചില്ല. അപ്പൊ പ്രൊഡ്യൂസർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾക്ക് സ്റ്റാർസ് വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾ ചെയ്തോളൂ, അത് താരങ്ങൾ വേണ്ട, പുതിയ ആൾക്കാരായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇവര് സിബി മലയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജഗദീഷ് സിബി മലയിനെ ഫോൺ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എൻ്റെ ഒരു കഥയുണ്ട്, അത് ഞാൻ ശ്രീനിവാസനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു ഞാനത് ഡെവലപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സിബി മലയിൽ ജഗദീഷിന്റെ അടുത്ത് പറഞ്ഞിട്ട് ആ കഥ കിട്ടും. അപ്പൊ ആ ജഗദീഷ് പറഞ്ഞ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാട്, ആ നാട്ടിൽ ഒരു ഫയൽമാൻ ഉണ്ട്, അയാൾക്കൊരു മകളുണ്ട്. അവിടെ ഒരു പാരൽ കോളേജിലേക്ക് ഒരു അധ്യാപകനായിട്ട് ഒരു ചെറുപ്പക്കാരൻ വരുന്നു. ഒരു പ്രേമവും കാര്യങ്ങളും നമ്മളിപ്പോൾ ആ സിനിമ കണ്ടിട്ടുള്ള പോലെ ഗുസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ശ്രീനിവാസൻ ആ സിനിമയിൽ പാരൽ കോളേജ് എന്നുള്ളത് മാറ്റി. എന്നിട്ട് ശ്രീനിവാസൻ ആണ് ഇതില് ആ പോസ്റ്റ് ഓഫീസ് ഒരു പോസ്റ്റ് മാസ്റ്റർ ഉള്ള ക്യാരക്ടറൊക്കെ കൊണ്ടുവന്നു. ഈ പെൺകുട്ടീനെ ഒരു മമ്മൂട്ടി ഫാനായി കത്ത് അത് ശ്രീനിവാസന്റെ ഐഡിയ. ഇത് ഈ അടുത്ത് രേഖാചിത്രം ഇറങ്ങിയപ്പോ അതിന്റെ പ്രൊമോഷൻ സമയത്തൊക്കെ ജഗദീഷ് അതായത് എന്റെ ഒരു മൂലകഥ മാത്രമേ ഞാനുള്ളൂ, ബാക്കിയൊക്കെ ശ്രീനി കൊണ്ടുവന്നാന്ന് പറഞ്ഞു.